സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 91/24 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫാം വർക്കർ എന്ന തസ്തികയിലേക്കായിട്ടാണ് പരീക്ഷ നടത്തിയത്. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചു പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? വർഷം 1916. DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ആദ്യത്തെ വനിതാ സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ SNDT വുമൻസ് യൂണിവേഴ്സിറ്റി ആണ്. SNDT വുമൻസ് യൂണിവേഴ്സിറ്റി. ഏത് വർഷമാണ്? 1916 സ്ഥാപിച്ചത്. ആരാണ്? DK കാർവെയാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. അടുത്ത ചോദ്യം, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? എവിടത്തെയാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമായിട്ട് രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ആനന്ദമഠമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആനന്ദമഠം. ഇനി ആനന്ദമഠം രചിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അത് നോവലാണ്. ആനന്ദമഠം എന്ന കൃതി എന്താണ്? നോവലാണ്. അപ്പം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഗാന്ധിജിയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസി യുദ്ധമാണ്. അടുത്തത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാളാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. പത്രത്തിന്റെ പേര് അൽ ഹിലാൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തെറ്റ് തന്നിരിക്കുന്നു. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി. ശരിയാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. തന്നിരിക്കുന്നു. ദൃഢവും അയവുമുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാനത്ത് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ. 1, 2, 4 എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ദൃഢവും അയവുമുള്ളതുമായ ഭരണഘടന ശരിയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശരിയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ശരിയാണ്. അടുത്ത ചോദ്യം,
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഈ സൂചനകൾ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ ചുമതലകളിൽ പെടുന്നവയാണ് ഏതൊക്കെയാണ്? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏതാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ തന്നിരിക്കുന്നു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. മൗലിക അവകാശങ്ങൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് മൗലിക അവകാശങ്ങൾ തന്നിട്ടുള്ളവയിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്ലേറ്റോയുടെ വാക്കുകളാണ്. പ്ലേറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. തന്നിരിക്കുന്നു, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ് നവോത്ഥാന നായകൻ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചു. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണൻ പിള്ള. ഇതിൽ തെറ്റായത് ഏത്? തെറ്റായത് ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ശരിയാണ്. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ശരിയാണ്. ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ശരിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി. ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ പ്രവർത്തിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറാണ്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1 സവർണ ജാഥ നടത്തിയത്. എന്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ്? വൈക്കം സത്യാഗ്രഹത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ്. സവർണ ജാഥ നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്. 1924 നവംബർ 1.
അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? 1924 നവംബർ 1-നാണ്. അടുത്ത ചോദ്യം, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഒന്നേകാൽ കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്നത് എത്രാമത്തെ ലോകസഭയാണ്? 18ാമത്തെ ലോകസഭയാണ് 2024 നിലവിൽ വന്നത്. എത്രാമത്തേതാണ്? 18ാമത്തെ ലോകസഭയാണ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റു ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അപ്പം ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സി, ലാൽ ബഹാദൂർ ശാസ്ത്രി മുഹമ്മദ് ആയൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1969. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചതോ? ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ചന്ദ്രയാൻ ദൗത്യം ആദ്യത്തേത് 2008, 2019, 2023 എന്നീ വർഷങ്ങളിലായിട്ടാണ്. അപ്പം കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 1962, 69, 75, 2008. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? തന്നിരിക്കുന്നു. ഭിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. തെറ്റായത് ഏത് എന്നതാണ് ചോദ്യം. തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. ബൊക്കാറോ ഫ്രാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. ബൊക്കാറോ ഏതാണ്? റഷ്യ. അപ്പം ഭിലായ് സോവിയറ്റ് യൂണിയൻ ആണ്, ശരിയാണ്. റൂർക്കേല ജർമ്മനിയാണ്, ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. ബൊക്കാറോ റഷ്യയാണ്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. 1951, 1956 പദ്ധതിയുടെ കാലയളവ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു.
ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1951 മുതൽ 56 വരെയുള്ള കാലയളവാണ് 1ാം പഞ്ചവത്സര പദ്ധതി. ശരിയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ശരിയാണ്. ഹാരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഹാരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? വ്യാവസായിക വികസനത്തിന് സെക്കൻഡ് ആണ്. 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത്. അടുത്ത ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. സുമൻ ബെറി വൈസ് ചെയർമാൻ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, എവിടെയാണ്? ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. കിഴക്കൻ മലനിരകളിൽ തന്നിരിക്കുന്നത് പദ്ഗായിബ്, മിസോ കുന്നുകൾ, ഹിമാദ്രി, ഗാരോ, ഖാസി കുന്നുകൾ. ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 എന്നിവയാണ്. പദ്ഗായിബ്, മിസോ കുന്നുകൾ, ഗാരോ, ഖാസി കുന്നുകൾ ഇന്ത്യയുടെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവയാണ്. പദ്ഗായിബ്, മിസോ കുന്നുകൾ, ഗാരോ, ഖാസി കുന്നുകൾ. അടുത്തത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. പടിഞ്ഞാറൻ തീര സമതലവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി അല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കൂടുതൽ. ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ എന്നിവ ശരിയല്ലാത്തതാണ്. പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ശരിയാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം എന്നിവ ശരിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ തന്നിരിക്കുന്നത് കട്ല, നേവാഷേവ, പാരദ്വീപ്, ഹാൽഡിയ എന്നിവയാണ്. ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ഓപ്ഷൻ ഡി, പാരദ്വീപ്, ഹാൽഡിയ എന്നിവ. പാരദ്വീപ്, ഹാൽഡിയ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കൃഷ്ണ നദി. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക.
തന്നിരിക്കുന്നു വാഴച്ചാൽ തൃശ്ശൂർ, ചീയപ്പാറ പത്തനംതിട്ട, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. ഇതിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ചീയപ്പാറ പത്തനംതിട്ട എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റാണ്. ചീയപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ചീയപ്പാറ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്, ശരിയാണ്. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്, ശരിയാണ്. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ്. ചീയപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദിയാണ് കക്കി കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ നദിയാണ്, ശരിയാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ എന്നിവ. കക്കി കല്ലാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? പമ്പ നദിയുടെ പോഷക നദികളാണ്. പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി, ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട്. തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്, ശരിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, ശരിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്, ശരിയാണ്. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എത്രയാണ്? 780 ആണ്. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്, ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം.
മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരിയല്ലാത്തത്. മലനാട് എന്ന് പറയുന്നത് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. ശരിയാണ്. മലനാട്ടിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ശരിയാണ്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകൾ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? തന്നിരിക്കുന്നു KT ഇർഫാൻ, സിനി ജോസ്, ജിമ്മി ജോർജ്, അഞ്ജു ബോബി ജോർജ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് എന്നിവരാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ. അത്ലറ്റുകൾ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. യോജിക്കാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3 എന്നിവയാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. ശരിയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. ശരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? തന്നിരിക്കുന്നത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ എന്നിവയാണ്. ഇതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. പദ്ധതിയുടെ പേര് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാമാണ്. എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്.
നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ലയനക്കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേലും VP മേനോനുമാണ്. സർദാർ പട്ടേൽ, VP മേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള നെല്ലാണ്. ഖാരിഫ് വിള നെല്ല്. 47 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായത് 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ തന്നെ ആദ്യ നഗരമാണ് കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ബീഹാർ ആണ്. ബീഹാർ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 107 ആണ്. 107. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ചെവിയിലാണ്. ചെവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ് എവിടെയാണ് കാണപ്പെടുന്നത്? ചെവിയിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്താണ് ചോദ്യം? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 4ഉം ശരിയാണ്. 1, 4. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ നിശാന്തത ശരിയാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്നു ശരിയാണ്. അടുത്ത ചോദ്യം, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം പൊക്കാളിയാണ്. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനമാണ് പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയാണ്. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? ഉൽപാദകരാണ്. ഉൽപാദകർ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ആണ്. അരുൺ അലോഷ്യസ്. പുസ്തകത്തിന്റെ പേര് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? BARC ആണ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം BARC. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂള്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നു. പവറിന്റെ യൂണിറ്റ് വാട്ട്, ഊർജം ജൂൾ, പ്രവൃത്തി ജൂൾ, ബലം പാസ്കൽ. തെറ്റായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബലം പാസ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായിട്ടുള്ള ജോഡിയാണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ. അടുത്തത്, അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്. അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്
ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്കലൈറ്റ്. അപ്പം പോളിത്തീൻ, നൈലോൺ, PVC എല്ലാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങൾ ആണ്. അടുത്ത ചോദ്യം, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകളാണ് ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ടോവിനോ തോമസ് ആണ്. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടോവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രം ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം മലമ്പനി. അടുത്ത ചോദ്യം, ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നു ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, പോളിയോ DPT. ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ശരിയായത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. ക്ഷയം BCG ശരിയാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേഹം, ഹീമോഫീലിയ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹീമോഫീലിയയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേഹം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? അവയവദാനം. ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം കുഷ്ഠരോഗമാണ്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയിലുള്ള വാഹകജീവി? നിപ്പ വൈറസ് ആണ്. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയിലുള്ള വാഹക ജീവിയാണ് ജീവി വവ്വാൽ. ഓപ്ഷൻ ബി വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുവാൻ കഴിവുള്ള രോഗാണുവേത്? ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുവാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? എക്സൈസ് വകുപ്പ്. വിമുക്തി. ഓപ്ഷൻ എ വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81. ഓപ്ഷൻ സി 0.
82. ഓപ്ഷൻ ബി 36. 83. ഓപ്ഷൻ എ 3/4. 84. ഓപ്ഷൻ ഡി. 85. ഓപ്ഷൻ എ. 86. ഓപ്ഷൻ ബി. 87. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 88. ഓപ്ഷൻ സി. 89. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 90. ഓപ്ഷൻ ബി. 91. ഓപ്ഷൻ സി ആണ് ഉത്തരം. 92. ഓപ്ഷൻ എ. 93. ഓപ്ഷൻ സി. 95. ഓപ്ഷൻ ബി. 94. ഓപ്ഷൻ ബി. 95. ഓപ്ഷൻ ബി. 96. ഓപ്ഷൻ ഡി. 97. ഓപ്ഷൻ എ. 98. ഓപ്ഷൻ ഡി. 99 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 100 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.